ഫ്രണ്ട്സ്, വെൽക്കം ടു ജോയ്സ് കുക്കിംഗ് സ്റ്റൈൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എങ്ങനെ നമുക്ക് വീട്ടിൽ വെജ് മയോനീസ് ഉണ്ടാക്കാവുന്നതാണ്. പ്യുവർ വെജ് മയോനീസ്. അതിന് വേണ്ടത് ഒരു 1/2 ലിറ്റർ പാല് നമ്മൾ തീയിലേക്ക് വെക്കണം. സ്റ്റൗ ഓൺ ചെയ്ത് ഇത് തിളയ്ക്കുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പാല് തിളയ്ക്കാൻ വെച്ചേക്കാണ്. പാല് തിളച്ച് വരികയാണ്. തിളച്ച് വന്ന ശേഷം നമ്മൾ ഇത് ഓഫ് ചെയ്യണം. ഇതിന് ശേഷം ഒരു 5 മിനിറ്റ് വിട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. നാരങ്ങ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമ്മൾ ശരിക്കും അതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മുഴുവൻ നാരങ്ങയും പിഴിയണം. ഇപ്പം നമ്മളുടെ ഈ പാലും വെള്ളവും തമ്മിൽ വേർതിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാരങ്ങ ഒഴിച്ചുകൊണ്ട്. ഇതുണ്ട്, ഓൾറെഡി പിരിഞ്ഞു. പാലും വെള്ളവുമായിട്ട് സെപ്പറേറ്റ് ആയി. നമ്മളിപ്പോൾ പാലും ഇത് വെള്ളവും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ്. 1/2 ലിറ്റർ പാലാണ് ഞാൻ യൂസ് ചെയ്തത്. 1/2 ലിറ്റർ പാല് യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഇത്ര ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പാല് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ പാലിപ്പോൾ പിരിഞ്ഞത് ഇപ്പോൾ പനീറായി. പാലും വെള്ളവും സെപ്പറേറ്റ് ആയ ശേഷം അതിന് പനീർ എന്നാണ് നമ്മൾ പറയുന്നത്. ആ പനീർ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു. നമ്മൾ മയോനീസ് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കുവാണ്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 സ്പൂൺ പെപ്പർ പൗഡർ ഇടുന്നു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നു. ഉപ്പ് കൂടി പോകരുത്, നോക്കി ചെയ്യണം. അതിലേക്ക് കുറച്ച് ഒരു 5 ചുള വെളുത്തുള്ളി ഇടുന്നു. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ വെളുത്തുള്ളി ഇടാൻ നിൽക്കരുത്. അതിനുശേഷം നമ്മളൊരു നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നു. നമ്മളൊരു 1/2 സ്പൂൺ ഷുഗർ ഇതിനിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇതിന് ശേഷം നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്യണം. മിക്സി ഒന്ന് അടിച്ചു കൊടുക്കണം. ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഓയിൽ, നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ വേണം. കോക്കനട്ട് ഓയിൽ ഞാനിവിടെ സൺ പ്യൂറാണ് യൂസ് ചെയ്യുന്നത്. മിക്സി ഒന്നിലിട്ട് അടിക്കുക. എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഈ സമയത്ത് കുറച്ച് എണ്ണ ഒഴിക്കാവുള്ളൂ. ഫ്രണ്ട്സ്, നമ്മുടെ മയോനീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാവുന്നതാണ്. ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ മയോനീസ്. നിങ്ങൾ ഇത് എന്തായാലും വീട്ടിൽ നമ്മൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ മാത്രമേ ഞാൻ ഈ പറയുന്നതെല്ലാം കറക്റ്റാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുള്ളൂ. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ മയോനീസ് വീട്ടിലുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്.
ഈ മയോനൈസ് നമ്മൾ എടുക്കുമ്പോൾ ആക്കി എടുത്തു കഴിയുമ്പോൾ ഈ ലെവലിലായിരിക്കണം മയോനൈസ് ഉണ്ടാകേണ്ടത്. ഇതിൽ കൂടുതൽ ലൂസാകാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പനീർ അതിലേക്കിട്ട് മസാലയെല്ലാം ഇട്ട ശേഷം എണ്ണ ഒഴിക്കും, കുറേശ്ശെ എണ്ണ ഒഴിക്കാവുള്ളൂ. മിക്കവാറും ഒരു 99% ആൾക്കാരും ഫെയിലാകുന്നു. മയോനൈസ് ഉണ്ടാക്കി ഫെയിലാകാൻ കാരണം ഈ എണ്ണ കൂടുതൽ ഒഴിക്കുന്നതുകൊണ്ടാണ്. എണ്ണ കുറേശ്ശെ ഒഴിക്കാവുള്ളൂ. ഇത് തിക്കാവുന്നതനുസരിച്ച് എണ്ണ കുറേശ്ശെ കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മയോനൈസ് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രഷ് പാലായിരിക്കണം ഉപയോഗിക്കുന്നത്. നാരങ്ങ, ഒരു ഫുൾ നാരങ്ങ, എല്ലാം ഫ്രഷ് ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ നാരങ്ങ നിങ്ങൾക്ക് ഈ മയോനൈസ് റെഡിയായ ശേഷം 2 ആഴ്ച കാലത്തോളം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത ഉടൻ തന്നെ നമ്മുടെ ഉപയോഗിച്ചതിന് ശേഷം അടച്ച് ഫ്രിഡ്ജിൽ നമ്മൾ കയറ്റി വയ്ക്കണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ഫ്രണ്ട്സ്, നമ്മുടെ മയോനൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മയോനൈസ്. ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് 2 ആഴ്ച കാലത്തോളം നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അത് കേടാകുകയില്ല. കാരണം ഇത് പ്യുവർ വെജാണ്. ഇതിൻ്റെ കൂടെ നോൺ വെജ് മിക്സ് ആകാത്തതുകൊണ്ട് ഒരിക്കലും കേടാകുകയില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മെസ്സേജ് ബോക്സിൽ ഇടണം. ഇനി നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വീണ്ടും ഒരു നോൺ വെജ് മയോനൈസുമായിട്ട് ഉടൻ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.